തുർക്കിയിലെ ട്രാബ്സോൺ പ്രവിശ്യയിലെ കരിങ്കടലിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്തായിരുന്നു, മലഞ്ചെരുവിലായിരുന്നു ഇബ്രാഹിം എന്ന തേൻ കൃഷിക്കാരൻ തൻ്റെ തേൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിന് 10,000 തടിയിൽ തീർത്ത തേൻ കൂടുകളുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ തേൻ കൃഷി മനോഹരമായി, വിജയകരമായി, ലാഭകരമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അശനിപാതം പോലെ കരടികൾ അദ്ദേഹത്തിൻ്റെ തേൻ കൃഷിയെ ആക്രമിച്ചത്. അദ്ദേഹം പല മാർഗങ്ങളും നോക്കി, ഇരുമ്പുകൾ കൊണ്ടുള്ള വേലികൾ ഉണ്ടാക്കി നോക്കി കരടിയെ ഓടിക്കാൻ. പക്ഷെ ഒന്നും ഫലിച്ചില്ല. 3 വർഷം അദ്ദേഹം കരടികളോട് പോരടിച്ചു. തളർന്നു, നിരാശനായി. ഇനി എന്ത് ചെയ്യും? തൻ്റെ തേൻ കൃഷിയെ എങ്ങനെ രക്ഷിക്കും എന്നറിയാതെ വലിയ നഷ്ടത്തിലേക്ക് അദ്ദേഹം കൂപ്പുകുത്തി. അങ്ങനെ ഒരു രാത്രിയിൽ ഉറങ്ങാതെ കിടന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ കരടിയോട് സമരം ചെയ്യുന്നത് നിർത്തി അവരോട് സമരസപ്പെട്ട് എനിക്ക് എങ്ങനെ എൻ്റെ കൃഷി ആരംഭിക്കാം? എന്താണ് ഈ കരടികളുടെ സ്വഭാവം എന്നൊന്ന് പഠിച്ചാലോ? അതിന് അദ്ദേഹം പല തരത്തിലുള്ള തേനുകൾ ശേഖരിച്ച് ഒരു പാത്രത്തിനകത്ത് വെച്ച് കരടി വരുന്ന സ്ഥലത്ത് വെച്ചു. തൊട്ടടുത്ത് ഒരു CCTVയും സ്ഥാപിച്ചു. പിറ്റേ ദിവസം CCTV നോക്കിയ അദ്ദേഹം അമ്പരന്നു പോയി. കാരണം ഈ വരുന്ന കരടികൾ ഒരു ആർത്തിപ്പണ്ടാരങ്ങളായിരുന്നില്ല. അവർ എല്ലാ തേനുകളും സ്മെല്ല് ചെയ്ത് നോക്കി. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആൻസർ തേൻ മാത്രമാണ് കഴിച്ചത്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ കച്ചവടക്കാരൻ ഉണർന്നു. അദ്ദേഹം ഈ CCTV ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തി. ഇങ്ങനെ ഒരടിക്കുറിപ്പോടുകൂടി കരടികൾ സാക്ഷ്യപ്പെടുത്തിയ തേൻ അത് ലോകമെങ്ങും കാട്ടുതീ പോലെ പടർന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ആൻസർ തേനുകൾക്ക് ഓർഡർ ലഭിച്ചു. 3 വർഷം കൊണ്ട് കരടികൾ ഉണ്ടാക്കിയ നഷ്ടത്തെക്കാൾ എത്രയോ ഇരട്ടി ലാഭം അദ്ദേഹത്തിന് ആ ഒരൊറ്റ പരസ്യത്തിലൂടെ കിട്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഒരുപാട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. ഈ പ്രതിസന്ധികളോടും ബുദ്ധിമുട്ടുകളോടും പോരടിക്കാതെ, അത് ജീവിതം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന അവസരങ്ങളാണ്. ആ അവസരങ്ങളിൽ നിന്ന് എങ്ങനെ ലാഭം കൊയ്യാം, എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമ്പോൾ തേൻ കൃഷിക്കാരനായ ഇബ്രാഹിമിനെ പോലെ ആ അവസരങ്ങളെ കച്ചവടം ചെയ്ത് നമുക്ക് നമ്മുടെ വിജയത്തെ കൊയ്തെടുക്കാൻ കഴിയണം.